ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചിരിപ്പിക്കാൻ ഒരുപാട് സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ ദാ ഇവിടെ തയ്യാറാണ്. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പൈസയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും വേഗം പൈസ എടുത്തു വെച്ചോ. കാരണം ഒരു വലിയ ഗുണ്ട ഇങ്ങോട്ട് വരാൻ പോവാ. ഗുണ്ടാ പിരിവിന് വേണ്ടി. ഞാനൊക്കെ ചെറിയ ഗുണ്ട, വലിയ ഗുണ്ട ഇപ്പൊ വരും. കണ്ടോ? ഈ കാലഘട്ടത്തിലും ഗുണ്ടാപിരിവ് ഉണ്ടോ? പിന്നെ അവളെ ഭർത്താവിന്റെ വാങ്ങുന്നില്ലേ? അതാണ് ഇക്കാലത്തുണ്ട്. നമുക്ക് എന്തായാലും അപ്പൊ അവരിങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ചിത്തൻ ചേട്ടൻ, വിനോദ് ഏട്ടൻ ആൻഡ് ബിനുരാജ് വേറെ. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. മഞ്ഞിലത്തുമ്പി പച്ചക്കറി വാങ്ങിക്കാം, പച്ചക്കറി വാങ്ങിക്കാം, പച്ചക്കറി വാങ്ങിക്കാം, പച്ചക്കറി വാങ്ങിക്കാം, സവാള വാങ്ങിക്കാം, കിഴങ്ങ് വാങ്ങിക്കാം, ഉള്ളി കിഴങ്ങ് വാങ്ങിക്കാം. വെള്ളത്തിനുള്ളിൽ ഒഴുങ്ങി അതെ അതെ അതെ. ഒരുപാട് ചന്ത കിടന്ന് അലയ്ക്കുന്ന ഇവിടെ കിടന്ന് അലയ്ക്കാതെ ബാക്കിയുള്ളവർ പറയുന്ന നാട്ടുകാർ കേൾക്കട്ടെ. അല്ല പിന്നെ ചന്ത അല്ലാണ്ട് പിന്നെ ഇത് എന്താണ് സംഭവം? ചേട്ടാ ഒന്ന് പയ്യെ പറ, ഞാൻ വിളിച്ചു പറയുന്ന കൂടെ ആൾക്കാർ കേൾക്കട്ടെ. സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പൊ എന്റെ സാധനം വിറ്റുണ്ട് അല്ലേ? അത് കൊള്ള തങ്കൂനൊരു ഒറ്റത്തന്തയല്ലേ? അതെ അതെ അതെ, ഒറ്റ തന്തയുള്ളൂ. ഇനി വന്നേ. എന്താ? അല്ല ഇന്നലെ വരെ ഇവിടെ കണ്ടിട്ടില്ല. ഇന്ന് ഈ പുതിയ കച്ചവടക്കാരൻ നീ എവിടുന്നേ കുറ്റിയും പറിച്ചു വന്നത്? ചെത്തിക്കടപ്പുറം. നിന്റെ കടപ്പുറം ആരെ ചെത്തിക്കൊണ്ടുപോയി? അങ്ങനെയല്ല, ചെത്തിക്കടപ്പുറത്തുനിന്നാ ഞാൻ വരണത്. ഇവിടെ ചെത്തിക്കടപ്പുറത്ത് കിടക്കുന്ന എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാൻ വരുന്നത്? അയ്യോ, അവിടെയുള്ളവരെ കൊണ്ട് കൊള്ളിയാലോ കേട്ടാ. അവിടെ ഉള്ളവർക്ക് എന്തോ കുഴപ്പം? ഞാൻ വെളുപ്പിനെ 4 മണിക്ക് ഹാർബറിൽ പോകും. 5 കൊട്ട മീൻ കൊണ്ടുവന്ന് വെക്കും. അത്ര പുത്തര ആൾക്കാർ വന്ന് മേടിച്ചണ്ട് പോകും. ബാക്കിയുള്ളവന് ഒരു മീൻ കറി പോലും വെക്കാൻ ഒരെണ്ണം പോലും കിട്ടാറില്ലേ. അത്രക്ക് വൃത്തികെട്ടവരാണ് അവിടെ ഉള്ളത്. ഇത് കണ്ട പച്ച മീൻ പിടിക്കണ കയ്യാണ്. നമ്മൾ നേരം വെളുത്ത് കട തുറന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് വിറ്റ് തീരണേന്നാ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഇത് വിൽക്കാൻ വെച്ചേക്കോല്ല, അവൻ പൊതുദർശനത്തിന് വെച്ചേക്കോ. ഇതെന്താണ്? അല്ല എന്നേക്കാൾ പ്രായമുള്ള മുതുക്ക മീനാണല്ലോ. അപ്പൊ ഒന്ന് വന്ദിക്കണ്ടേ? പിന്നെ മുതുക്ക മീനെന്ന് ചേട്ടാ നേരം വെളുത്തൊരു കടയും തുറന്നു വെച്ച് എണ്ണക്കേട് കാണിച്ചു വെച്ചാൽ ആരെങ്കിലും 4 പേര് നിന്റെ കടയിൽ വരുവാ? എന്തെണ്ണക്കേട് കാണിച്ചെന്നാണ് ഈ ആരെങ്കിലും കടയുടെ മുമ്പിൽ കരികൊടി കുത്തി വെക്കൂടാ? മരിച്ചെടുത്ത് കുത്തിവെക്കാറുണ്ടാ? മരിച്ചെടുത്ത് കരികൊടി കുത്താറുണ്ട്. ഈ കിടക്കണ പിന്നെ ജീവനുള്ളതാണെന്നും പറഞ്ഞാണ് ഇത് ആരോട് പറയാ? പച്ചക്കറി 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 സവാള വാങ്ങിക്കാം. അമ്മയോട് അനുവാദം പിടിച്ച മീനെ, അമ്മയോട് അനുവാദം മേടിച്ച് പിടിച്ച മീനെ. ആരമ്മയുടെ? കടലമ്മേട് അനുവാദം അന്നു കൊണ്ടുവന്ന് വിട്ടു. പച്ച മീനെ, പച്ച മീനെ. പച്ചമീൻ പറച്ചില് പച്ചമീനെന്നാ നോക്കുവാനും കണ്ണും ചുമന്ന് കിടക്കുന്ന എല്ലാത്തിന്റെ കണ്ണി ഒന്ന് നടക്കുക. അല്ലേ അത് കൊള്ളാം. വെളുപ്പിനെ 3 മണിക്ക് പിടിച്ച മീനാണ്. മീനെ ഉറക്കം നിന്ന് കിടക്കണം. അപ്പൊ കണ്ണു ചുമലക്കും. അപ്പൊ നിന്റെ കണ്ണി ഒന്ന് നടക്കുന്നതാ? വെളുപ്പിനെ പോയി ഞാനല്ലേ പിടിച്ച. അപ്പൊ എന്റെ കണ്ണും ചുമലക്കും. എന്നാലും ഇന്നലെ അടിച്ച ഓപ്പിയാറിന്റെ 2 ലിറ്റർ കണ്ണി കിടന്ന് താളം തള്ളുന്ന അന്ന് പറയരുത് കേട്ടാ. സ്റ്റാമിനക്കോല് കിലോ 30 രൂപ, സ്റ്റാമിനക്കോല് കിലോ 30 രൂപ, സ്റ്റാമിനക്കോല് കിലോ. ഓ അവൻ അറിയാത്ത പോലെ. എടാ മുരിങ്ങാക്കോലെന്ന്. ഈ ഗോലി എന്ന് പറഞ്ഞാട്ടെ ഇങ്ങനെ കളിക്കണ ഗോലിയാണോ? അതല്ല, ആഗോലി മീന്റെ കാര്യം വ്യക്തമായിട്ട് പറ. ആഗോലി. സവാള വാങ്ങിക്കാം. 5 കിലോ സവാള 100 രൂപ. ആദായ വിൽപ്പന 5 കിലോ. ഈ 5 കിലോ ഒക്കെ കൊടുക്കണ നഷ്ടമാണ് നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആൾക്കാർ പ്രാപിട്ട് പോരുത്. അപ്പുറത്തെ കടയിലൊക്കെ 1 കിലോ സവാള 20 രൂപയ്ക്കാ കാലമാര് വിൽക്കുന്നേ. ഞാനിവിടെ 5 കിലോ 100 രൂപയ്ക്കാൻ കൊടുക്കും. ലാഭം ഇല്ലേലും വേണ്ടിയല്ല, ആൾക്കാർക്ക് കേൾക്കരുത്. പച്ചക്കറി 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 പച്ചക്കറി. എടാ നീ അത് നോക്കി നിന്റെ കാര്യം നോക്കി നീ കച്ചവടം ചെയ്യണം. എന്റെ വായി നോക്കിക്കൊണ്ടിരിക്കാതെ. 1 കിലോ മത്തിക്ക് 1 മത്തി ഫ്രീ. എന്താ അങ്ങനെ? 1 കിലോ മത്തിക്ക് 1 മത്തി ഫ്രീ. ഈ നഷ്ടം നീ എങ്ങനെ സഹിക്കുന്നത്? സമ്മതിക്കണം ദൈവമേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണ് ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ട്? എടാ ഇവിടെ ഇപ്പൊ ആരാ ഭരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ ആരാ ഭരിക്കണത്? എടാ ഈ ചന്ത ഭരിക്കണതേ ബേബിയാണ്. ഒരു കൊച്ചുകുട്ടിയൊക്കെ എങ്ങനെ ചന്ത ഭരിക്കും? എനിക്കറിയാൻ പാടില്ലാണ്ട്. കൊച്ചുകുട്ടി ആ ബേബി അല്ല. പിന്നെ എടാ ഈ ചന്ത ഭരിക്കുന്ന ഗുണ്ട ബേബി, ഇടിക്കുള ബേബി എന്നാണ് പേര്. അയ്യോ, ഇടിക്കുള ബേബി ഇവിടെ വന്ന് നിന്നാലുണ്ടല്ലോ അപ്പൊ മൂത്രം ഒഴിക്കും. പുള്ളിക്കൊന്ന് ആശുപത്രി കൊണ്ടേ കാണിക്കാൻ പറ്റും. എടാ അയാള് മൂത്രം ഒഴിക്കുമെന്നല്ല പറഞ്ഞത്. അയാൾ ഇവിടെ വന്ന് നിന്നാ നമ്മള് മൂത്രം ഒഴിക്കുമെന്ന്. അതെ ആളെ ഒന്ന് കാണണം. ഒരു 6-6 അടി പൊക്കം, അതിനൊത്ത വണ്ണം,
കൊട വയറ് ഇതൊന്നും പോരാൻ കൊമ്പം മീശയും. അപ്പ ബേബി അല്ലത്, പിന്നെ ഓണത്തിന് പിന്നെ മാവേലി അങ്ങനെ പറയും. അടുത്ത കർക്കടവ് അവന് നിന്റെ വലിയ ഇതാണ് നിന്റെ ഗുണമെങ്കിൽ. ഇത് കണ്ട എന്താണ് പച്ച മീൻ പിടിക്കണ കയ്യ തങ്കൂനൊരു ഒറ്റത്തന്റെ അല്ല, നിനക്ക് ഭയങ്കര കാര്യം കേട്ടെ. നീ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ. അല്ലണ്ട എന്തോടി ഇത്? പച്ചമുളകാണ്. പച്ചമുളക്. ഓ അണ്ടകടാകം മൊത്തം ഇരിയുന്നേ. അതെ അണ്ണാ. താമസം എന്താണ് അല്ല വേവണ കട തുറന്നേ ഉള്ളൂ, കച്ചവടം നടന്നില്ല. കച്ചവടം നടക്കട്ടെ, അണ്ണൻ പോകുന്നതിന് മുമ്പ് അണ്ണൻ ഞാൻ തരാം. പറച്ചിലേ ഉള്ളത്. അയ്യോ അണ്ണാ, അണ്ണാ ഒരു പാവം പിടിച്ചൊരു പയ്യനാണ്. പാവം പിടിച്ചാനാ അന്നണ്ണ സത്യമായിട്ടും. എപ്പോ ഒടിഞ്ഞു വീണടാ ഈ ഹെലികോപ്റ്റർ കൂടെ? ഹെലികോപ്റ്ററാ? വെച്ചിരിക്കണത് ഹെലികോപ്റ്റർ എന്ന്. അണ്ണാ അണ്ണാ ഞാൻ സംസാരിക്കാം. ഓടി ഇതറിയാവോ നിനക്ക്? ഇതും അറിയാം, ഇതും അറിയാം, ഇതും അറിയാം. പിന്നെ നിങ്ങൾക്കറിയാത്ത എന്റെ മാസ്റ്റർ ഒരു സാധനമുണ്ട്, ഇത് അതും അറിയാം. എന്റെ അടുത്ത് ഇത് നിങ്ങൾക്കറിയാവോ? ഞാൻ ആരോ നിനക്കറിയാവോ? നിങ്ങൾ ആരാ? ഇവിടെ മര്യാദക്ക് ഇല്ല, എന്നെ പറയിപ്പിക്കല്ലേ. ഇവിടെ ചോദിച്ചാ മതി, പറഞ്ഞു തരും. അല്ല ഇത്രയും കാര്യം ഇങ്ങോട്ടല്ലേ പറഞ്ഞ വാഗോണ്ട്. ഞാൻ ആ ഒരു കാര്യം ചോദിക്കാൻ എന്തിനാ അങ്ങാട്ടിക്കല്ലോ? എന്താണ് അവൻ പൈസ തരുന്ന പ്രവണത കാണുന്നില്ല. അവനടുത്ത് 2 കിലോ നെമ്മീൻ എടുത്ത് വണ്ടിയിലോട്ട് വെക്കാം. 2 കിലോ നെമ്മീൻ എടുത്ത് അണ്ണന്റെ വണ്ടിയിലോട്ട്. 2 കിലോ നെമ്മീൻ 600 രൂപ, 600 രൂപ, 600 രൂപ, 600 രൂപ. പെട്ടെന്ന് 600 രൂപ കേട്ടാ. അതെ കാശ് എടാ, ഇത് അണ്ണന് കൊടുക്കാനാടാ. അണ്ണനും പണ്ണിനൊന്നും ഇല്ല ഇവിടെ. കാശ് തന്നിട്ട് കൊണ്ടുപോയാൽ മതി. അത് കൊള്ളാം, തങ്കൂനൊരൊറ്റ തന്തേ ഉള്ളു. അണ്ണ അവൻ പിന്നെ തരാന്ന് അതല്ലല്ലോ അവൻ പറഞ്ഞത് കേട്ടോ. എന്റെ ചെവിക്ക് ഗുരുവൊന്നുമില്ല. ഇങ്ങോട്ട് നിനക്ക് എത്ര രൂപ വേണോടാ? 600 രൂപ. 600? 900 തന്നാ മേടിക്കോ നീ? ഒന്ന് മേടിക്കും. എന്നാ ഒരു 1000 ഒരിക്കട്ടാ. ഇങ്ങോട്ട് വന്ന് കയറിക്കൊണ്ട പോ മനുഷ്യ. അവിടുന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അതിനിടക്ക് മീൻ ഒന്ന് ചെയ്യരുത്, അണ്ണ ഒന്ന് ചെയ്യരുത്. അണ്ണ കഷ്ടമുണ്ട്. അണ്ണ ദൈവത്തെ ഓർത്ത് അണ്ണ ഒന്ന് വെറുതെ മനുഷ്യൻ. അവിടെ ആരും ഇല്ലണ്ണ. ഇല്ല, അവിടെ ആരും ഇല്ല. അവിടെ എന്തുവാ? അവിടെ കണ്ട് ഏതാണ്ട് കാര്യം പറയുന്നടാ. എന്ത് എടാ പോന്തടാ അണ്ണ. അയ്യോ എന്തുപറ്റി? ഇരിക്കുള ബേബിയെ കൊന്നേ, ഇരിക്കുള ബേബിയെ കൊന്നേ. ആദ്യം ഡെഡ് ബോഡി ഇവിടുന്ന് മാറ്റട്ടെ, ഞാൻ പറഞ്ഞുതരാം. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഇറച്ചി കഷ്ണം ഞാൻ എങ്ങനെ വലിച്ചോണ്ട് പോവാൻ? അനങ്ങാനുണ്ട് കേട്ടോ. അനങ്ങാനെന്താ? അനങ്ങാനുണ്ട്. സുരേഷേ, നിന്റെ ആട്ടോ എടുത്തോട്ട് വേണം. ഒരു ഓട്ടം തന്നെയാണ് നിനക്ക്. ഇതാകെ പ്രശ്നമാകുമല്ല.
കടപ്രത്താകെ വിഷയമാകെ. എടാ സുരേഷേ, എടാ നീ ഇതാണ്ട് ഈ അണ്ണനെ എങ്ങനെയെങ്കിലും നീ ആശുപത്രി കൊണ്ടെത്തിക്കടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പിന്നെ നമ്മളെമ്പിലുള്ള ഇരിപ്പോസും വെച്ച് പറയാ, എടാ ഇത് ഇവിടെ വെച്ച് സംഭവിച്ചാന്ന് പറയല്ലേ. വല്ല ഓടയിലും കിടന്ന് അവിടെ കൊണ്ടിട്ടേന്ന് പറഞ്ഞാ മതി. നീ ചെന്നിട്ട് വിളിക്കണേ. ശരി ശരി. എന്റെ അമ്മേ, എന്നാലും ഒറ്റയടിക്കൊക്കെ ഒരുത്തനെ കൊല്ലുവാന്ന് പറഞ്ഞ തമ്പുരാനെ സിനിമയിലെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ. നീ കൊന്നിപ്പ എന്റെ ദൈവമേ, വേറെ പുളിച്ച വർത്താനം പറയല്ലേ ഇങ്ങോട്ട്. എന്റെ നീ ഒരേ അള്ളത്തിനോ പറയണ്ട. ഇവിടെ നടന്ന സകല സംഭവങ്ങളും ഈ ചന്തയിലെ CCTV ക്യാമറ പതിഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ CCTV ക്യാമറ? ഞാൻ തന്നെ. ഇത് മൊത്തം ഞാൻ കണ്ടല്ലോ. ഞാനിത് എവിടെയും പറയും, ആരോടും പറയും. കൊലപാതകമല്ലേ നീ ചെയ്തേക്കുന്നത്, ഞാൻ പറയൂടാ. പക്ഷെ എങ്കിലും ഉണ്ടല്ലോ, നീ ചെയ്തത് ഒരു അത്യാവശ്യ കാര്യം. ഈ കാലനെ കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയിരുന്നു. എന്താ പ്രശ്നം? എന്താ? എടാ, 1 രൂപയ്ക്ക് ഇവിടെ കച്ചവടം ചെയ്യുന്ന മൊത്തം അവന് ഗുണ്ടാപ്പിരി കൊടുക്കണോടാ. അതെ, ആണൊരുത്തൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഈ ചന്ത ഇന്ന് പോലും നീ ഭരിച്ച, നീയാണ് ഇവിടുത്തെ നാട്ടുരാജാവും. ഇതിന്റെ ബാറ്ററി എവിടെ ഇട്ടിരിക്കണത്? എടാ, ബാറ്ററി ഇരുന്നല്ലോ ഒറിജിനൽ വാള, വെട്ടൊന്നും മുറിയുണ്ട്. ഇതെന്തിനാ എന്റെ തന്നിരിക്കണത്? ഇന്ന് മുതൽ നീയാണ് ഈ ചന്ത ഭരിക്കാൻ പോകുന്നത്. വേറെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് കേട്ടാ. എടാ, നീയല്ലേ ഇവിടുത്തെ ഒരു ഗുണ്ട തല്ലി കൊന്ന് വിട്ടത്. നിങ്ങൾ ഇന്ന് വർത്താനം നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ എന്റെ ഫോൺ നിങ്ങളാണ് ഈ ആവശ്യമില്ലാത്ത ഫോൺ അടിക്കുന്ന ആശുപത്രി. ആശുപത്രി. ഹലോ സുരേഷേ, എടാ കേക്കാമോ? എടാ പറയടാ, ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചോ നീ? ആശുപത്രി എത്തിച്ച്. എടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാന്ന്. ഈ സമയത്താണ് അയാൾ വാശിയും പിടിച്ചോണ്ടിരിക്കുന്നത്. പറയാൻ പറ. അതെ, ഡോക്ടറിന്റെ 2 പല്ലെടുത്ത് പഞ്ഞിയിരിക്കൊണ്ട് വായിൽ, അതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞത്. അയാൾക്ക് പല്ലെടുക്കാൻ കണ്ട സമയം. എന്നാലും പൊതുവെ ആശുപത്രിയിലെ സംസാരം എങ്ങനെ? പൊതുവെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഇടുക്കള വേവി തീരും ചാവും. നീ വെച്ചേ. എന്താ കേട്ടോ വാ. എന്താ കോളടിച്ചല്ലടാ. മനസ്സിലായ? നീ ഇപ്പൊ ഒരുത്തനെ ഇവിടെ ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടില്ല, അവൻ തട്ടിപ്പോകുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ സപ്പോർട്ടുണ്ട്. എന്തായാലും ആ കാലിന് ഞങ്ങൾ വന്യായ പൈസ കൊടുക്കണമായിരുന്നു. ഇനിയിപ്പം അവന് കൊടുക്കുന്ന എന്താ വെച്ചാൽ നിനക്ക് അങ്ങ് തരാം. അവൻ എത്ര കൊടുക്കണത്? അവന് 100-ന് 40 രൂപ വെച്ചാ കാലിന് കൊടുക്കണമായിരുന്നു. നമ്മക്കത് വേണ്ട കേട്ടാ. എനിക്കറിയാം നീ മനുഷ്യത്തുള്ളവനാ. നിനക്കൊരു 100-ന് 20 വെച്ച് തന്നാ മതിയായിരുന്നില്ല. 50 വേണം. തങ്കൂനൊറ്റ തന്തേ ഇതിലും പ്രത്യേക അവൻ തന്നെ ആയിരുന്നു. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാ കളിയും പഠിച്ചിട്ടുള്ള ആളാണല്ല. ഈ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ മാർക്കറ്റ് മുഴുവൻ എടാ നിക്കടാ, വീണ്ടും ഫോൺ അടിക്കുന്നില്ലടാ. എന്താണ് ഈ ഫോണിൽ കിടന്നിട്ടുണ്ട്? അയ്യോ, സുരേഷ് ആശുപത്രിനെ. എന്താണ്? സുരേഷ് പറയടാ, എന്തോടാ ആശുപത്രിയിലെ? അതെ, പുള്ളിക്ക് ബോധം വീണ്. ബോധം വീണോ? ഒരു കുഴപ്പമില്ല. അയ്യോ, പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്ത്? ഈ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ പറയുന്നത് അടി കിട്ടിയതിന്റെ തോന്നുന്നു. എടാ, തലയ്ക്കൊരു അടി കൊണ്ടടാ ഇവർക്ക്. പിന്നെ ഇടക്കിടക്ക് പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്. എന്തുവാ? ചന്തേ വരണമെന്ന് ആരെങ്കിലും കാര്യണ്ട് കൊല്ലണമെന്നൊക്കെ പറയുന്നത് കേട്ട്. ചേച്ചി പ്രശ്നമായിട്ടാ പുള്ളിക്ക് വേറെ എന്തൊക്കെ പ്രശ്നമാണ്. ഒരു പാവം പിടി. ശരി ഞാൻ ചെയ്യാടാ. ചേച്ചി പോയിക്കോ, വിട്ടോ അവിടുന്ന്. നീ എന്തെങ്കിലും ഉണ്ടെ വിളിക്കണേ. താണ്ടെ ഇടുക്കുള്ള ബേബി ചത്തിട്ടില്ലെന്ന്. അവൻ ഇങ്ങോട്ട് വരികയും ചെയ്യും, നിന്നെ ഇവിടെ ഇട്ട് വെട്ടിപ്പിരിക്കുകയും ചെയ്യും. നിങ്ങളാണ് ഈ കടപ്പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കണത്. എനിക്കറിയാം. അവൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് അറിയാവോ? നിന്നെയും തട്ടും, ഇതിന് കൂട്ടു നിന്ന് എന്നെയും തട്ടും. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് നീ ഇവിടെ നില്ല. അങ്ങനെ ഒന്നുമില്ല, നീ ഇവിടെ ഒന്നുമില്ല. ആണത്തെ കണ്ടിട്ട് നീ പേടിക്കണ്ട, ധൈര്യമായിട്ടില്ലേ? പിന്നെ ഇടുക്കുള്ള ബേബി വന്നേ. എടാ, അവൻ താ വരുന്നത് എന്റെ പൊന്ന്. നീ എങ്ങോട്ടെങ്കിലും മാറുന്നില്ലേ? എവിടെങ്കിലും പോയി ഓടിയടാ. എന്റെ കടയുടെ കീഴിൽ കയറാതെ അങ്ങോട്ടെങ്ങാനും പോടാ. പഞ്ചമി തിങ്കളോ കൂടെ കണ്ണേട്ടോ എന്റെ കണ്ണേട്ടോ. ആരെങ്കിലും എന്റെ കണ്ണേട്ടനെ കണ്ടോ? ഉടുത്തൊരുങ്ങി കെട്ടി വന്നിരിക്കുന്ന എന്റെ കണ്ണേട്ടനെ മയക്കാൻ. അയ്യോ, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എന്തൊരു നോട്ടം ഇത്. കൊച്ചേ,
ഇതുപോലെ നീല ചുരിദാറ് വിട്ട് ലിപ്സ്റ്റിക്കും തേച്ച് പാൻകേക്ക് ഇട്ട് വന്നേരം എന്റെ കണ്ണേട്ടനെ മയക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നണത്. നീ ഒന്ന് കല്യാണം കഴിച്ചല്ലേടെ? ആ അതെ കഴിച്ചതാ. ഇനി എന്റെ കണ്ണേട്ടന് വേണം അല്ലേ? അത് ശരി, കാണിച്ചു തരാം ഞാൻ എല്ലാരും. എടി വെള്ളപ്പാറ്റ, എടി എന്റെ കണ്ണേട്ടനെ കണ്ടോ? അല്ല എന്നാലും എന്റെ ബേബി എണ്ണ നോ സ്റ്റെല്ല. എന്തോന്ന് സ്റ്റെല്ല. അയ്യേ ഇതെന്തൊരു കോലം ഇത്? എന്ത് സ്റ്റെല്ല? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കണ്ണേട്ടനെ കാണണം എനിക്ക്. എന്റെ കണ്ണേട്ടൻ നീ എവിടെ ഒളിപ്പിച്ചു വെച്ച്? ഏത് കണ്ണേട്ടൻ? ഏത് കണ്ണേട്ടനാ ഇവിടെ മീമിക്കുന്ന? എന്റെ കണ്ണേട്ടൻ എന്തടി? അതാണോ നിന്റെ കണ്ണേ? അതാണ് എന്റെ കണ്ണേട്ടൻ. വേണ്ടേ എടാ കണ്ണേട്ടാ, എവിടെ തിരക്കി വന്നതാ. അത് ശരി, അപ്പൊ നീ ഒളിപ്പിച്ച് നിർത്തിയിരിക്കാണല്ലേടി? എനിക്ക് വേണ്ട, നീ തന്നെ എടുത്തോ നിന്റെ കണ്ണേട്ടനെ. കണ്ണേട്ടാ, കണ്ണേട്ടൻ. അയ്യോ ഇവിടെ ഇല്ല എന്റെ കണ്ണേട്ടൻ. അയ്യോ കണ്ണേട്ടാ, കണ്ണേട്ടാ, കണ്ണേട്ടാ. എന്ത് ആ കണ്ണേട്ടാ, നമുക്ക് എങ്ങോട്ടേലും പോവാം. കൊണ്ടുപോടാ, ബാക്കിയുള്ളവരെ എഴുതിട്ട് കാണിക്കാതെ. ആ കണ്ണേട്ടാ, നമുക്ക് ആരും കാണാത്ത സ്ഥലത്ത് ജീവിക്കാം. അത് ആരും കാണുന്നത് ചന്ദ്രനെ കൊണ്ടുപോടാ, നമ്മ ആരും കാണുന്നത്. എടി, നീ നിർത്തടി. വെള്ളപ്പാറ്റ, നിനക്കെന്തടി? ഒരു കാര്യം പറ. ചെല്ലടാ, ചെല്ല്. വന്നേ കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കണ്ണേട്ടാ, വാ കണ്ണേട്ടാ, എങ്ങോട്ടെങ്കിലും പോവാ. വാ കണ്ണേട്ടാ. ഹേയ് മച്ചാനെ വാ എൻ മച്ചാനെ വാ മച്ചാരും കാണാതച്ചാരം താ നെഞ്ചിലുന്മാദാനം പഞ്ചബാണന്റെ മേളം ആവാഹ സ്വാഹായ ജപിച്ചിടും കുട്ടുക്കുമായി വാ വരം താത്ത ഇത് പൂജ മഹാരാജ മച്ചാനെ വാ. കണ്ണേട്ടാ, എന്റെ കാര്യം പറയാം. എങ്ങോട്ട്? എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് അച്ഛൻ ഉണ്ടാക്കരുത്. കണ്ണേട്ടാ വാ. ഇതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടെ. ഞാൻ പറഞ്ഞുവിടാനെന്ത്? കണ്ണേട്ടൻ എന്റെ കൂടെ വരുവോ ഇല്ലയോ? എവിടെ? എന്റെ കൂടെ വരുവോ? എന്തിന്? ചെല്ലടാ. വരുവോ? വരുവോ? ഇല്ല. വരത്തില്ലേ? ഇല്ല. ഉറപ്പാ? അപ്പൊ എന്നെ വേണ്ട? ഇല്ല. എന്നെ വേണ്ട? വേണ്ട. നീ ഒരു കാര്യം, നീ പോ നോക്ക്. എടാ പോ, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടേ. എടാ നിന്റെ തുണിയും മണിയൊന്നും വേണ്ടായോ? എടുത്തോണ്ട് പോടാ. ഇല്ലെങ്കിൽ അതും കൊണ്ട് പോവോ അവൻ, നിന്റെ സ്മാരകമാണെന്നും പറഞ്ഞ്. എടുത്തോണ്ട് പോ 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 ചെല്ലേ. അയ്യോ എന്റെ കൊച്ചിന് അച്ഛൻ ഉണ്ടാക്കല്ലേ. അയ്യോ ദൈവമേ, ഇതിന്റെ ബോധവും പോയല്ലോ ഭഗവാനെ. എടാ വെള്ളം എന്തിയാടാ അച്ഛന്? ഞാൻ എടുക്കാം. അയ്യോ എന്തോ ചെയ്തെന്നോ? ഇതിന് സമാധാനം പറയട്ടെ വരും നീ. അയ്യോ ആ ചത്തിട്ടില്ലടാ, ബോധമുണ്ട്. ദൈവമേ, എന്റെ പൊന്ന് സ്റ്റെല്ലേ. ബേബി, ഇടിക്കുള ബേബി. അത് ശരി, അപ്പൊ എന്റെ തലക്കിട്ടടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് നിനക്ക് ഈ ചന്ത ഭരിക്കാന്ന് വിചാരിച്ചാടാ നീ? എന്താ ആടി ഇതെ കുളിപ്പിച്ചെന്നെ? അത് ശരി, അപ്പൊ ഈ കോലത്തിൽ എന്നെ ആക്കിയിട്ട് നിനക്ക് രണ്ടു കൂടെ സൂക്ഷിച്ച് ജീവിക്കാൻ നിർത്തിയല്ലേ? എടാ ഇവ ബോധം കെടാൻ വേണ്ടി മാത്രം വന്ന് കയറിയതാന്ന് ഈ കാലൻ. പറയാനാന്ന് പറ. ഇനി ആരായിരിക്കും? എന്റെ പൊന്നു ബേബി എണ്ണ പറയുന്ന ഒന്ന് കേക്ക്. നോ. എടാ ഇത് നീ ഏതു കോലത്തിൽ എഴുന്നേറ്റ് വന്നാലും നിന്റെ ജീവിതം പോക്കാടാ, പോക്ക്. തങ്കൂനൊരൊറ്റ തന്തയല്ലേ? അതാ ഞാൻ പറഞ്ഞു, എന്റെ കൊച്ചിന് തന്തയില്ലാതാക്കല്ലേ തങ്കൂ.